ഉത്തരാഖണ്ഡിൽ സംഘപരിവാർ ഭീകരത അഴിച്ചുവിടുമ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം സദ്യയുണ്ട കൊല്ലം MP ഇന്ത്യ മുന്നണിക്ക് അപമാനമെന്ന് CITU AITUC ട്രേഡ് യൂണിയനുകൾ. MK പ്രേമചന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് 12-ാം തീയതി കൊല്ലത്ത് ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിക്കും. ഉത്തരാഖണ്ഡിൽ മദ്രസയും പള്ളിയും തകർത്തതിനെ എതിർത്ത മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ മർദ്ദിച്ചൊതുക്കി 6 പേരെ പൈശാചികമായി കൊലപ്പെടുത്തിയ RSS ഭീകരതയ്ക്കെതിരെ പാർലമെന്റിൽ ഇടതുപക്ഷ MPമാർ പ്രശ്നം ഉന്നയിച്ച് പ്രതിഷേധിച്ച സമയത്ത് കൊല്ലം MP NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നു സൽക്കാരത്തിന് പങ്കെടുത്ത് പ്രധാനമന്ത്രിയെ പ്രശംസിച്ച നടപടി പ്രതിഷേധാർഹവും കൊല്ലം ജില്ലയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്യുന്ന സംഭവമാണെന്ന് CITU AITUC ജില്ലാ ഭാരവാഹികൾ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രേമേന്ദ്രൻ പാർലമെൻറ്റിനകത്തും പുറത്തും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ പരിശോധിക്കപ്പെടുമ്പോൾ ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളെ അപമാനപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ് സമീപകാലങ്ങളിൽ പ്രേമേന്ദ്രൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല NDAയുമായി കൂടുതൽ അടുക്കുകയും BJPയുടെ സഹായം തേടാനോ BJPയെ സഹായിക്കാനോ ഉള്ള പല മുന്നൊരുക്കങ്ങളും പ്രേമേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. INTUC നേതൃത്വം നൽകുന്ന സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയിൽ RSPയുടെ തൊഴിലാളി സംഘടനയായ UTUC തുടക്കം മുതൽ അംഗമാണ്. എന്നാൽ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയിൽ നിന്നും UTUC മാറി നിൽക്കുന്നതിൻ്റെ പിന്നിലും പ്രേമചന്ദ്രനാണെന്ന് CITU ജില്ലാ സെക്രട്ടറി ജയമോഹൻ ആരോപിച്ചു. ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയൻ ഇല്ലാത്ത ഏക തൊഴിലാളി സംഘടന BMS ആണ്. ആ BMS സംയുക്ത ട്രേഡ് യൂണിയനിൽ ഇല്ലാതെ നിൽക്കുമ്പോൾ INTUC നേതൃത്വം നൽകുന്ന സംയുക്ത ട്രേഡ് യൂണിയനിൽ നിന്നും UTUC മാറിയതെന്ത് എന്നുള്ള സംശയം സമീപ സന്ദർഭങ്ങളിൽ ശക്തിപ്പെട്ടു വരികയാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി സംയുക്ത സമിതി യോഗങ്ങൾ തിരുവനന്തപുരത്തും ഡൽഹിയിലുമെല്ലാം ചേർന്നെടുക്കുമ്പോൾ UTUCക്ക് കൺവീനർ സ്ഥാനമുള്ള കൊല്ലം ജില്ലയിൽ UTUC ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലെ ശക്തി പ്രേമേന്ദ്രനാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കപ്പെടുന്നു. കടുത്ത തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിച്ച കേന്ദ്ര ബജറ്റിനെതിരെ പ്രേമചന്ദ്രനോ UTUCയോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും പിന്തുണച്ച വിവിധ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും MPമാരും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ വരെ പങ്കെടുത്തപ്പോൾ പ്രേമചന്ദ്രൻ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ സൽക്കാരങ്ങളിൽ പങ്കെടുത്തുവെന്നും CITU AITUC TU സംഘടനകൾ കുറ്റപ്പെടുത്തി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.